ഹോർമൂസ് കടലിടുക്കിലെ തിരമാലകൾക്ക് ഇപ്പോൾ പ്രതിരോധത്തിന്റെ ഗന്ധമാണ്. ലോകത്തെ വിറപ്പിക്കുന്ന സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. സമാധാന ചർച്ചകളെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി അട്ടിമറിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പേർഷ്യൻ ഉൾക്കടലിലെ ഇറാന്റെ ഉരുക്കുകോട്ടയിൽ തട്ടി തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്വന്തം മണ്ണിലെ വിഭവങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഇത്തരം പ്രകോപനങ്ങൾക്കൊന്നും ഇറാന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കുമ്പോഴും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ ഓരോ നീക്കത്തിലൂടെയും തെളിയിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്കയുടെ അവകാശവാദം വെറും പൊള്ളയാണെന്ന് തെളിയിക്കുകയാണ് ഇറാനിയൻ കപ്പലുകളുടെ ചലനങ്ങൾ. അമേരിക്കൻ നാവികസേനയുടെ കണ്ണ് വെട്ടിച്ച് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അകമ്പടിയോടെ അരിയുമായി വന്ന കപ്പൽ സുരക്ഷിതമായി ഇറാനിലെത്തിയത് അമേരിക്കൻ സൈനാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ്. ഭീഷണികളെ അതിജീവിച്ച് ജനങ്ങൾ ആവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ഇറാന്റെ കഴിവിനെ ഇത് അടിവരയിടുകയാണ്. അമേരിക്കൻ ഉപരോധ രേഖകളെ മറികടന്ന് 34ഓളം ടാങ്കറുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ നയതന്ത്ര സൈനിക മികവാണ്. സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ നോക്കുന്നവർക്ക് മുമ്പിൽ പുതിയ വഴികൾ കണ്ടെത്തിയും സഖ്യങ്ങൾ രൂപീകരിച്ചും ഇറാൻ മുന്നേറുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ നിർണായക ഭാഗം കൈകാര്യം ചെയ്യുന്ന ഹോർമൂസിൽ ഇറാനെ മാറ്റി നിർത്തിയുള്ള ഒരു കളി സാധ്യമല്ല എന്ന് അമേരിക്ക തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടെ വിഭാഗീയത ഉണ്ടെന്ന് പ്രചരിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ്. ഭാഗ്യശക്തികൾ തങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഐക്യത്തോടെ നിൽക്കാനാണ് ഇറാനിയൻ ജനത പഠിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ കൊണ്ട് ഇറാന്റെ വിപ്ലവ വീര്യത്തെ തളർത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഫെബ്രുവരിയിൽ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ബോംബാക്രമണമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇറാന്റെ ആണവ പദ്ധതികളെ ഭീതിയോടെ കാണുന്നവർ യഥാർത്ഥത്തിൽ ഇറാന്റെ ശാസ്ത്രീയ പുരോഗതിയാണ് ഭയപ്പെടുന്നത്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഓരോ രാഷ്ട്രത്തിനുമുണ്ടെന്നിരിക്കെ ഇറാന്റെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് ഇരട്ടത്താപ്പാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആധുനിക സാങ്കേതിക വിദ്യയും ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. എണ്ണവില വർധനവും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയുടെ പിടിവാശിയുടെ ഫലമാണ്. ലോകവിപണിയെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് അമേരിക്കയുടെ തന്നെ ആഗോള സ്വാധീനത്തെയാണ് ഇല്ലാതാക്കുന്നത്. പ്രതിദിനം $50 മില്യൺ നഷ്ടം സംഭവിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുമ്പോഴും തളരാതെ മുന്നോട്ടു പോകാനുള്ള ഇറാൻ റെസിഡൻസി എക്കണോമി ലോകത്തിന് തന്നെ ഒരു അത്ഭുതമാണ്. സമാധാന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേറിയാന്റെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും ഇറാൻ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുകയാണ്. എന്നാൽ തോക്കിൻ മുനയിൽ നിർത്തിയുള്ള ചർച്ചകൾ ഇറാൻ വഴങ്ങില്ല എന്നത് അഭിമാനകരമായ ഒരു നിലപാടാണ്. ഉപരോധങ്ങളും ഭീഷണികളും ചർച്ചകൾക്ക് തടസ്സമാണെന്ന് ഇറാന്റെ വാദം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ഭീഷണികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നതിനേക്കാൾ അന്തസ്സോടെ പോരാടാനാണ് ആ രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്.